സീനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നു അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല, വീട്ടിലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ പറയാത്തതാണോ എന്നറിയില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അവൻ്റെ സഹപാഠികളും അവർക്ക് കുറച്ച് PTA അംഗങ്ങളും കുറച്ച് ടീച്ചേഴ്സും എല്ലാം പറയുന്നത് നിരന്തരം അവിടെ ഒരു റാഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സംഭവം കഴിഞ്ഞിട്ട് അറിയുന്നത്, മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. മോൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, സിദ്ധാർത്ഥനോട് ഇങ്ങനെ മോശമായി പെരുമാറാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? പൊതുവിൽ എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥൻ? ഇപ്പോൾ കോളേജിൽ നിന്നും വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ കുറച്ച് സ്മാർട്ടാണ്. കോളേജിൽ നിന്നും വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കോളേജിലെ അന്തരീക്ഷം, അതുപോലെ ഹോസ്റ്റലിലെ അന്തരീക്ഷം, ഇതൊക്കെ സ്വാഭാവികമായും മാതാപിതാക്കളോട് പങ്കുവെക്കുമല്ലോ. അവിടെ നടക്കുന്നതൊക്കെ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല. അവൻ ഇങ്ങനെ പറയും, ഹോസ്റ്റലിലെ കോളേജിലെ ചേട്ടന്മാർ, മുമ്പ് സീനിയർ ചേട്ടന്മാർ അവിടെ അവർ മദ്യപാനമുണ്ട്, അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ നിനക്ക് അതിനോട് താല്പര്യമുണ്ടോ? അവൻ പറയും, അയ്യോ എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊക്കെ അവൻ തമാശയുടെ വേണം പറയും. പക്ഷേ സംഭവം അത് കറക്റ്റാണെന്നുള്ളതിന് പിന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സീനിയർ ചേട്ടനും അവരെല്ലാവരും ഡ്രഗ്സും മദ്യപാനം എല്ലാം ഉണ്ട് അവിടെ ഹോസ്റ്റൽ റൂമിലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അവൻ അവിടെ അല്ലായിരുന്നു, കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിലല്ല. ഫസ്റ്റ് ഇയറിൽ അവിടെ നിന്ന് 20 കിലോമീറ്റർ മാറി കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ്റെ ഹോസ്റ്റൽ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ടൈമിൽ സീനിയേഴ്സിന് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. സെക്കൻഡ് ഇയർ മുതലാണ് കോളേജ് ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിൽ വരുന്നത്. അത് മുതലാണ് ഈ റാഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. നമുക്കറിയില്ലായിരുന്നു, മുമ്പൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും അവൻ്റെ കുറച്ച് കൂട്ടുകാരും അവൻ്റെ കുറച്ച് ടീച്ചേഴ്സും എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വിടുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരുപാട് ഡ്രഗ്സ് കാര്യങ്ങളുണ്ട്. വെച്ചാൽ അവർ പാർട്ടിക്കാരുണ്ട്, അവർ ഒറ്റ പാർട്ടിയേ ഉള്ളൂ അവിടെ, അവർ SFI യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഡ്രഗ്സ് ഉണ്ട്, അവിടെ മദ്യപാനമുണ്ട്. ഹോസ്റ്റൽ റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ മദ്യത്തിൻ്റെ കുപ്പി മാത്രമേ ഉള്ളൂ അവരെ ഹോസ്റ്റൽ റൂമിൽ എന്ന് പറയും. ഞാൻ പറയും, ഓക്കെ, നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യം, നീ ആരുടെ റിപ്പോർട്ടും ചെയ്യേണ്ട, നീ നിൻ്റെ കാര്യം നോക്കി പഠിച്ചു വന്ന് പോകും. എനിക്ക് വേറെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ സീനിയർ ചേട്ടനോട് ചോദിക്കുക, ചേട്ടന്മാരോട് ചോദിക്കുക, അവർ ചെയ്തു തരും. ഇത്ര കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഇത്ര ക്രൂരമായി ഇങ്ങനത്തെ കാര്യം നടക്കുന്നു എന്നുള്ളത് മകൻ്റെ ഈ സംഭവം കഴിഞ്ഞിട്ടുള്ള നമുക്ക് ശക്തമായ വിവരങ്ങൾ കിട്ടി, അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ കിട്ടി. അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അധ്യാപകരൊന്നും ഇതിലൊന്നും ഇടപെടാറില്ലേ? സാധാരണ ഹോസ്റ്റലിന് വാർഡൻ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല അധ്യാപകരുടെ ഒരു ശ്രദ്ധ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ ഇക്കാര്യത്തിൽ. അവരൊന്നും ഇത് ശ്രദ്ധിക്കാറില്ലേ? അതോ ഈ SFIക്കാരെ അഴിച്ച് വിട്ടതാണോ? ഇല്ല, അധ്യാപകരും അവരൊന്നും ഇതിൽ ഇടപെടില്ല. അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തമാശ രൂപയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അവരെ അധ്യാപകരോ ഡീനോ അവരൊന്നും ഇതിൽ ഇടപെടാൻ പറ്റില്ല, എല്ലാ നിയന്ത്രണവും അവർ ആ യൂണിറ്റിലാണ്, SFIയുടെ അവരുടെ ഇതിലാണ്. അവർ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യില്ലായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അവർക്ക് പേടിയായിരിക്കും. അവരാരും ഇടപെടില്ല, ഡീൻ ഉൾപ്പെടെ ഒരു കാര്യത്തിൽ അവിടെ ഇടപെടില്ല. അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അവിടെ. ഞാനെപ്പോഴും ഒരു സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, തമാശയായിട്ടല്ലേ പറയുന്നത്. പക്ഷെ കാര്യമാണ് പറയുന്നത്. അവന് ബുദ്ധിമുട്ടുണ്ടായി തോന്നിയിട്ടില്ല ആ സമയത്ത്. അവനൊരു ബുദ്ധിമുട്ടുണ്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അധ്യാപകരും ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന അവനന്ന് പറഞ്ഞത്, എല്ലാ അധ്യാപകർക്കും അറിയാം, അവിടുത്തെ ഡീനും അറിയാം, എല്ലാവർക്കും അറിയാം ഹോസ്റ്റൽ റൂമിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. നമുക്കും അറിയാം. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കാര്യമില്ല. ഞാൻ പറഞ്ഞു, നിന്റെ കാര്യം നോക്കി നീ അങ്ങ് പോയാൽ മതി, ഇതേക്കുറിച്ച് കൂടുതൽ നീ ആരോടും പറയാൻ നിൽക്കേണ്ട, നിനക്കൊരു ഉപദ്രവം ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല, നീ കാര്യം നോക്കി നീ പഠിച്ചു പോകും എന്ന് പറഞ്ഞങ്ങ് വിട്ടു. സെക്കൻഡ് ഇയർ മുതലായി അവർ റാഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെക്കൻഡ് ഇയർ മുതലായി ഇങ്ങനെ ക്രൂരമായിട്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നത്, ഈ കാര്യം അറിയുന്നത് മകൻ്റെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ്. അവൻ്റെ കൂട്ടുകാരും കുറച്ച് ആൾക്കാരും കൂടെ വളരെ സങ്കടത്തോടു കൂടി എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് പോയത് ഈ കാര്യം. വളരെ രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോയി, മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതുമുതൽ എനിക്ക് കാര്യങ്ങളും പിന്നെ എൻ്റെ
ഉണ്ട്, എൻ്റെ ഭാര്യയുടെ സഹോദരനുണ്ട്, അവന് നല്ല വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, സോളിഡായിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലായി അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് അവിടെ SFI ആണ് ഭരിക്കുന്നത്. ഇവനെ സസ്പെൻഡ് ചെയ്ത അവരിൽ SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ വലിയ നേതാക്കന്മാരെല്ലാം ഉണ്ട് അവിടെ. ഇവനെ സസ്പെൻഡ് ഇപ്പോൾ ആൻറ്റി റാങ്കിങ് പ്രകാരം സസ്പെൻഡ് ചെയ്തു 12 പേരെ. ആ 12 പേര് സസ്പെൻഡ് ചെയ്തതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, പിന്നെ അവരുടെ വലിയ നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. ആ കോളേജിലെ നേതാക്കൾ അവരെ ആരും ഇതുവരെയ്ക്കും തൊടാൻ പറ്റിയിട്ടില്ല, അവർ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അവർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്, അവർ തന്നെയാണ് അവരെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്നത്.